നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ ആകാശത്ത് നടക്കുന്ന പ്രതിഭാസത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആദ്യം കടക്കുകയാണ്. പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണുകയാണ് ലോകം. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം മൂലം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ഈ പ്രതിഭാസം. അതിനെയാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഈ പൂർണ്ണമായും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിഞ്ഞ ശേഷം പിന്നീട് ഭൂമി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ചന്ദ്രൻ തെളിഞ്ഞു വരുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ ആ ചന്ദ്രന് ഒരു ചുവന്ന ഓറഞ്ച് നിറമാണ് ഉള്ളത്. അതിനും ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ബ്ലഡ് മൂൺ എന്നുകൂടി ചന്ദ്രനെ വിളിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുക സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോഴാണ്. അതായത് ആദ്യം സൂര്യൻ, അതിന് തൊട്ടു പിന്നാലെ ഭൂമി, അത് കഴിഞ്ഞ് ചന്ദ്രൻ. ചന്ദ്രന്റെയും സൂര്യന്റെയും ഇടയിൽ ഭൂമി വരുന്ന സമയത്താണ് ഈ രീതിയിൽ ഭൂമിയുടെ വലിയ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് വസ്തുത. അതാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ശാസ്ത്രീയ വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര കുതുകികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം എന്താണ് മാനത്ത് നടക്കുന്നത്, ആകാശത്ത് നടക്കുന്നത്, ആകാശഗോളങ്ങളുടെ വലിപ്പം എന്താണ്, സൗരയൂഥത്തിൽ സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും സ്ഥാനം എന്താണ്, അതിന്റെ വലിപ്പ വ്യത്യാസം എന്താണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കൂടി ഇത്തരത്തിൽ ഈ ചന്ദ്രഗ്രഹണം ത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അത് നോക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. കേരളത്തിലും ഇന്ത്യയിലെ പലയിടങ്ങളിലുമൊക്കെ വളരെ വ്യക്തമായി, നല്ല അന്തരീക്ഷമായതുകൊണ്ട് തന്നെ, കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ വ്യക്തമായി ഈ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൊച്ചിയിൽ അല്പസമയം മുൻപ് വരെ, ഇപ്പോൾ മേഘാവൃതമാണ് കൊച്ചിയിലെ ആകാശം, അല്പസമയം മുൻപ് വരെ കൃത്യമായി ഗ്രഹണം ദൃശ്യമായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ ഡൽഹിയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ രേഖയിൽ വരുന്നു. സ്വാഭാവികമായിട്ടും ചന്ദ്രനേക്കാൾ ഏതാണ്ട് 30 മടങ്ങ് വലിപ്പമുണ്ട് ഭൂമിക്ക്. ഇപ്പോൾ വലിയ ഭൂമി, അതിന്റെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. പൂർണ്ണ ചന്ദ്രനായി ആദ്യം കാണുന്ന നമ്മൾ പിന്നീട് മെല്ലെ മെല്ലെ ചന്ദ്രന്റെ ആകൃതി, അതിന്റെ വ്യത്യാസം സംഭവിച്ച് പകുതിയാവുന്നു, പിന്നീട് ഏറ്റവും കാൽഭാഗമാവുന്നു, വളരെ ചെറിയൊരു വളപ്പൊട്ട് പോലെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ പൂർണ്ണമായും ചന്ദ്രനെ ഭൂമിയുടെ നിഴൽ മറയ്ക്കുന്നു. ഇതാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇത്രമാത്രം വലിയ ഭൂമി അത് ചന്ദ്രനെ മറയ്ക്കുന്ന സമയത്ത് ഈ ആകാശഗോളങ്ങളുടെയൊക്കെ കൃത്യമായ സ്ഥാനം, അതിന്റെ വലിപ്പം, ഇത് കൃത്യമായി തിരിച്ചറിയാൻ കൂടി നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് മൂൺ അല്ലെങ്കിൽ ചുവന്ന ചന്ദ്രൻ സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. അത് ഉപഗ്രഹമാണ്, ഭൂമിയുടെ ഉപഗ്രഹമാണ്, ഒരു ഗ്രഹമാണ്, ഗോളമാണ്, നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ നിന്നുള്ള രശ്മികൾ നേരിട്ട് ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. നിലാവ് എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ മൂൺ ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നു. അതാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അതിനിടയിൽ ഒരാൾ കയറി വരുമ്പോൾ ഒരു നിഴൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്, നമുക്കെല്ലാം അറിയുന്നതാണ്. അത്തരത്തിൽ ഭൂമിയാണ് ഇവർക്ക് രണ്ടിനും ഇടയിൽ, സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്നത്. ആ സമയത്ത് സംഭവിക്കുന്ന പ്രതിഭാസമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, സൂര്യപ്രകാശം, ലൈറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത നിറങ്ങൾ ചേർന്നതാണ്. അതിന് വിബ്ജ്യോർ എന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുമുണ്ട്. അതിൽ ഈ പറയുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നൊക്കെ പറയുന്ന നിറങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ 7 നിറങ്ങൾ ചേർന്നതാണെന്ന് നമുക്കറിയാം. അതിൽ ആദ്യം പറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഈ നിറങ്ങൾക്ക് തരംഗദൈർഘ്യം കുറവാണ്, വേവ് ലെങ്ത് കുറവാണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നിറങ്ങൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലേക്ക് അണികളിലൊക്കെ തട്ടി അതിന് സ്കാറ്ററിംഗ് എന്നൊരു വാക്ക് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. വിസരണം എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ വിസരണം സംഭവിക്കാറുണ്ട്. റെയ്ലി സ്കാറ്ററിംഗ് എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥ പ്രതിഭാസം, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നമുക്ക് അങ്ങനെ പറയാം. റെയ്ലി സ്കാറ്ററിംഗ് സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ, വേവ് ലെങ്ത് കൂടിയ, ഏറ്റവും ഒടുവിലുള്ള ഓറഞ്ച്, റെഡ് നിറങ്ങൾ മാത്രമാണ്, ആ രശ്മികൾ മാത്രമാണ് മുന്നോട്ട് പോവുക ഭൂമിയെ മറികടന്ന്. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ആ പ്രകാശം കുറച്ചെങ്കിലും ചന്ദ്രനിൽ പതിക്കും. എത്രമാത്രം ഭൂമി നിഴൽ ചന്ദ്രനെ മറച്ചാലും കുറച്ചെങ്കിലും സൂര്യപ്രകാശം അരികിലൂടെ ചന്ദ്രനിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ചുവന്ന ഓറഞ്ച് നിറത്തിലുള്ള ചന്ദ്രനായി നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും സയൻസ് വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ
എന്താണ് ബഹിരാകാശമെന്നും എന്താണ് സൗരയൂഥമെന്നും സൗരയൂഥത്തിൽ എങ്ങനെയാണ് ഗോളങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്നും അതിൻ്റെ വലിപ്പം എന്താണെന്നും അതിൻ്റെ വ്യത്യാസം എന്താണെന്നും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഭൂമിയുടെ ആ വലിയ നിഴൽ അത് ചന്ദ്രനിലേക്ക് കൃത്യമായി പതിയുമ്പോഴാണ് ചന്ദ്രന്റെ ആകൃതി അങ്ങനെ കുറഞ്ഞു വരികയും പിന്നീട് പൂർണ്ണമായും ഈ നിഴലിനടിയിലാവുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2022 ഏറ്റവും അവസാനമായി ഈ രീതിയിൽ വ്യക്തമായ ഒരു ദൃശ്യം നമുക്ക് ലഭിച്ചതെങ്കിൽ 2025 ഇന്നിപ്പോൾ ലോകമെമ്പാടും നടന്ന് രാത്രി സമയമുള്ള ലോകരാജ്യങ്ങളിൽ നമുക്കിത് ദൃശ്യമാവുന്നുണ്ട്. ഇന്ത്യയിലും ഒപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എല്ലാം ഈ രീതിയിൽ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാവുന്നുണ്ട്. ആകാശത്തെ വിസ്മയക്കാഴ്ചയായ ബ്ലഡ് മൂൺ ഷാർജയിലും ദൃശ്യമാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബ്ലഡ് മൂൺ കാണുവാനായി പ്രത്യേക സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ പാറട്ട തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. വാനനിരീക്ഷണത്തിനും അതോടൊപ്പം തന്നെ ജ്യോതിശാസ്ത്രത്തിനും താല്പര്യമുള്ള ആളുകൾ കാത്തിരിക്കുന്ന മനോഹരമായ ആകാശ കാഴ്ചകളിൽ ഒന്നാണ് ബ്ലഡ് മൂൺ. ഈ ബ്ലഡ് മൂണിനാണ് ഇന്ന് ആകാശത്ത് വിസ്മയമാവുക. ഈ ബ്ലഡ് മൂൺ ഇന്ന് രാത്രി ആകാശത്ത് കാണാനാകും. ഇന്ത്യ അടക്കം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ മനോഹര ഗ്രഹണം ദൃശ്യമാകുമെന്നതിനാൽ ഇതിന് തന്നെ കാത്തിരിക്കുകയാണ് ആളുകൾ. ഭൂമിയുടെ നിഴൽ, അതായത് ചന്ദ്രനിൽ ഭൂമിയുടെ നിഴൽ പതിക്കുമ്പോൾ ചന്ദ്രനിൽ ചുവപ്പ് കലർന്ന ഒരു ഓറഞ്ച് നിറം വരും. ഇതാണ് ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്നത്. ഇന്ന് രാത്രിയും അതോടൊപ്പം തന്നെ നാളെ പുലർച്ചെയുമായിരിക്കും ഈ ഒരു പ്രതിഭാസം ആകാശത്ത് ദൃശ്യമാവുക. സമീപ വർഷങ്ങളിൽ സംഭവിച്ച ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരവും അതോടൊപ്പം തന്നെ വിശാലമായി കാണാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒന്നായിരിക്കും ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായി ഉണ്ടാകുന്ന ഗ്രഹണമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ എല്ലാവരും തന്നെ പറയുന്നത്. ഇതിനായി ഷാർജയിലുള്ള മലീഹ നാഷണൽ പാർക്ക് ഈ ഒരു പൂർണ്ണ ഗ്രഹണം കാണുവാനായിട്ട് പ്രത്യേക പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മലീഹ ആർക്കിയോളജിക്കൽ സെൻറ്ററിലാണ് ഈ ഒരു പ്രത്യേക പരിപാടി ഒരുക്കിയിരിക്കുന്നത്. പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പനോരമിക് ലോഞ്ചുകളിലാണ് ഇത്തരത്തിൽ ഈ വാനനിരീക്ഷണത്തിനായി പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിനായുള്ള പ്രത്യേക സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, അവധി ദിനത്തിലാണ് ഈ ഒരു ആകാശ വിസ്മയം എന്നതിനാൽ തന്നെ കുടുംബസമേതം ഈ ആളുകൾക്ക് എത്താനും ഇത് ആസ്വദിക്കാനുമുള്ള അവസരവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ ഈ മാസം 20-ന് ശനി പ്രത്യയം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ശനി പ്രത്യയത്തിനായിട്ടും വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഷാർജ മലീഹ ആർക്കിയോളജിക്കൽ സെൻറ്റർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി discover.shuruk.gov.ae എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിസ്മയ കാഴ്ച കാണുവാനായി കാത്തിരിക്കുകയാണ് ആളുകളെല്ലാവരും. കാർലോ അക്യുത്തിസിനെയും പിയറി ജിയോർജിയോ ഫ്രസാറ്റിയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച് ലിയോ 14 മാർപ്പാപ്പ. വിശ്വാസ പ്രചാരണത്തിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ കാർലോ അക്യുത്തിസ് ഈ പദവിയിലെത്തുന്ന ആദ്യ മില്ലേനിയൻ തലമുറയാണ്. മില്ലേനിയൽ കാലഘട്ടത്തിൽ ജനിച്ച് വിശുദ്ധനായി ഉയർത്തപ്പെടുന്ന ആദ്യ വ്യക്തിയാണ് കാർലോ അക്യുത്തിസ്. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് ക്രൈസ്തവ സഭ അംഗീകരിച്ച അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയ കാർലോയുടെ വെബ്സൈറ്റ് പ്രശസ്തി പിടിച്ചുപറ്റിയിരുന്നു. ഇറ്റാലിയൻ കാത്തലിക് പ്രചാരകനും തേർഡ് ഓർഡർ ഓഫ് സെയിന്റ് ഡൊമിനിക് അംഗവുമായിരുന്ന ജിയോർജിയോ ഫ്രസാറ്റിയാണ് ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാമൻ. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഫ്രസാറ്റിയും വിശുദ്ധനായി ഉയർത്തപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. 15ാമത് കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി കാനഡയിലെ ബ്രാംപ്ടൺ നഗരത്തിൽ നടന്നു. വാശിയേറിയ മത്സരത്തിൽ ട്രിവാൻഡ്രം ക്ലബിന്റെ അനന്തപുരി ചുണ്ടൻ വിജയികളായി. കുട്ടനാട് ടൗൺ ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടൻ 2ാം സ്ഥാനവും നേടി. സമാജം പ്രസിഡന്റ് കുര്യൻ പ്രക്കാനം വിജയികൾക്ക് ട്രോഫി നൽകി. കേരളത്തിന് പുറത്ത് നടത്തപ്പെടുന്ന ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ വള്ളംകളിയാണ് ബ്രാംപ്ടൺ ബോട്ട് റേസ് എന്നറിയപ്പെടുന്ന കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി. പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി തുടങ്ങിയ അന്തർ സംസ്ഥാന ടീമുകളും നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും പങ്കെടുത്തു. കാനഡ ട്രഷറി ബോർഡ് പ്രസിഡന്റ് ഷക്ഫത്ത് അലി MP ഉദ്ഘാടനം ചെയ്തു. ബ്രാംപ്ടൺ മേയർ പാട്രിക് ബ്രൗൺ ആദ്യ ടീം ക്യാപ്റ്റനായി മത്സരത്തിന് പതാക ഉയർത്തി. കാനഡയിലെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, MP-മാർ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. സിനിമ എന്നത് ഏതെങ്കിലും ജൂറിമാർ കണ്ട് മാർക്കിടേണ്ട ഒന്നല്ലെന്ന് നടൻ പൃഥ്വിരാജ്. സിനിമ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് എടുക്കുന്നത്, അല്ലാതെ ജൂറിമാർ കണ്ട് മാർക്കിടാനോ അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാനോ അല്ല. ആടുജീവിതത്തിന് പ്രേക്ഷകർ അവാർഡ് തന്നു കഴിഞ്ഞു, അതിന് നന്ദിയുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ഷാർജയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു താരം. കാസർഗോഡ് സ്വദേശി കുവൈറ്റിൽ അന്തരിച്ചു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് സ്വദേശി നൂറുൽ ആമീൻ ഉദിനൂർ പീടികയിലാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. അദാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും.
പോലീസ് മർദ്ദനത്തിന്റെയും കൈക്കൂലി വാങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നതിൽ പ്രതിരോധത്തിലായി ആഭ്യന്തര വകുപ്പ്. തൃശൂരിലെ പീച്ചി, കുന്നംകുളം, കോഴിക്കോട്ടെ കുറ്റിക്കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിക്കൂട്ടിലായത്. UDF ഭരണകാലത്ത് പത്തനംതിട്ടയിലെ കോന്നി CA ആയിരുന്ന നിലവിലെ ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ പരാതിയുമായി മുൻ SFI നേതാവും രംഗത്തെത്തി. കാക്കിയിട്ട കാപാലികതയാണ് പലയിടത്തു നിന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. 2023 മെയ് 24 പീച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉടമയുടെ മകനെയും മാനേജരെയും SI രതീഷിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ ഹോട്ടൽ മാനേജർ ഔസേപ്പിനെ വിളിച്ചു വരുത്തി 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തായി. പണം പോലീസ് വാങ്ങിയെന്ന് ഔസേപ്പ് ആവർത്തിക്കുന്നു. ഈ പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം. അപ്പോൾ 3 ലക്ഷം രൂപ SHO എടുക്കും, 2 ലക്ഷം രൂപ ഈ ദിനേഷ് എടുക്കും. കുന്നംകുളത്തെ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ പുറത്താക്കണമെന്ന് പരാതിക്കാരൻ സുജിത്ത് ആവശ്യപ്പെട്ടു. ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. ഈ സർവീസിൽ തുടരാൻ ഒരിക്കലും അർഹരല്ല ഈ ഗുണ്ടാ പോലീസ്. ഈ 4 പേരുൾപ്പെടെ ഒരു ഡ്രൈവറായിരുന്ന ഷുഹൈർ വരെ വലിയ കുറ്റക്കാരനാണ്. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് ജയകൃഷ്ണൻ തണ്ണിത്തോട്. 2012 മധുബാബു നടത്തിയ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് ജയകൃഷ്ണൻ വിവരിച്ചു. ഇത്തരം സംഭവങ്ങളിൽ പോലീസിന് തന്നെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം നമ്മൾ തിരിച്ചു പോലീസിനെതിരെ ഇങ്ങനൊരു സംഭവമാണ് ചെയ്യുന്നതെങ്കിൽ 100 വട്ടം നമ്മളെ പോലീസ് റിമാൻഡ് ചെയ്യും, നമുക്കെതിരെ കേസെടുക്കും. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുന്നംകുളം പോലീസിന്റെ മർദ്ദനത്തിനിരയായ സുജിത്തിനെ ഇന്ന് സന്ദർശിക്കും. പോലീസിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും വിമർശനവുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് 24. വയനാട് പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും തോട്ടകളും പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. 17 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ തങ്കച്ചനെ കേസിൽ കുടുക്കുകയായിരുന്നു. 24 വാർത്ത വഴിത്തിരിവായതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. മദ്യവും തോട്ടകളും തങ്കച്ചന്റെ വീട്ടിൽ എത്തിച്ച മരക്കടവ് സ്വദേശി പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ആരോപണം തള്ളി ND അപ്പച്ചൻ രംഗത്തെത്തി. കഴിഞ്ഞ മാസം 22-നാണ് പെരിക്കല്ലൂർ കാനാട്ടുമലയിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് വഴിത്തിരിവ്. തോട്ടകളും മദ്യവും വീട്ടിലെത്തിച്ച് തങ്കച്ചനെ കുടുക്കിയ മരക്കടവ് സ്വദേശിയും നിർമ്മാണ കോൺട്രാക്ടറുമായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിട്ടയക്കാൻ പോലീസ് നൽകിയ അപേക്ഷ കോടതി അംഗീകരിച്ചതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. DCC പ്രസിഡന്റ് ND അപ്പച്ചന് വരെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് തങ്കച്ചൻ. ഇത് പാർട്ടിയിലുണ്ടായ ഒരു പിണക്കമാണ്, ഒരു ഗ്രൂപ്പ് വഴക്കല്ല. ഇവര് കുറച്ചു പേര് കൂടി, മണ്ഡലം പ്രസിഡന്റ്, ഒരു വക്കീലായ DCC സെക്രട്ടറി, ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം ഉണ്ടായത്. എന്നോട് അന്ന് പറഞ്ഞിരുന്നു, നിന്നെ വീട്ടിൽ കടത്തി ഉറക്കൂല എന്ന് പറഞ്ഞിരുന്നു. DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് തങ്കച്ചനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള കാരണം. 24 വയനാട്. ശ്രീനാരായണ ഗുരുവചനങ്ങൾ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചിലർ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരെയാണ് ശ്രീനാരായണ ഗുരു സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സമത്വ സുന്ദര സമൂഹത്തെ സൃഷ്ടിക്കാൻ ഗുരുദേവൻ പല ദർശനങ്ങളും സംഭാവന ചെയ്തുവെന്ന് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടന്ന ഗുരുജയന്തി പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു നേതാക്കൾ. പഴന്തിയിലെ ഗുരുജയന്തി ദാർശനിക സമ്മേളന പരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. മനുഷ്യൻ എന്താണെന്നും മതം എന്താണെന്നുമൊക്കെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് ഗുരു. വർഗീയ ശക്തികൾ ഗുരുവിനെ തങ്ങളുടെ ചേരിയിൽ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എതിർക്കണം. ഗുരുദർശനത്തെ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചിലർ നടത്തുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആവശ്യമായി വരികയാണ്. ഇപ്പോഴും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജാതിയും മതവുമല്ല പ്രധാനം, മനുഷ്യനാണ്. ഭിന്നിക്കുമ്പോൾ മുതലെടുക്കുന്നത് മറ്റു ചിലരാണ്. ദൈവത്തിന്റെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കരുത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ
മനുഷ്യനെ തമ്മിലടിപ്പിക്കരുത്. സത്യത്തിൽ അദ്ദേഹം പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരായിട്ട്. ആദർശം മാത്രം പോരാ, അത് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പ്രമുഖ വ്യവസായിയും ശ്രീനാരായണ ഏകോപന സമിതി ചെയർമാനുമായ ഗോകുലം ഗോപാലൻ. നമ്മൾ ആദർശം മാത്രം പോരാ, അത് ജീവിതത്തിൽ കൊണ്ടുവരണം. ഗുരുദേവ ദർശനം ജീവിതത്തിൽ പകർത്തുക എന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകും. നമ്മുടെ സംസ്കാരം ഗുരുദേവന്റെ ദർശനമായിരിക്കണം. അതാണ്, എന്നാൽ മാത്രമേ നമ്മൾ നന്നായിരിക്കാൻ പറ്റുകയുള്ളൂ. ചെമ്പഴന്തിയിലെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ. പതിവ് പോലെ ഈ വർഷവും ശ്രീനാരായണ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ എത്തിച്ചേരില്ല എന്ന് അറിയിച്ചു. എന്നാൽ ഇന്ന് എറണാകുളത്തെ പല പരിപാടികളിലും പങ്കെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. എന്നാൽ എറണാകുളത്ത് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും സ്വാമി ശുഭാംഗാനന്ദ വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിശ്വാസ സംഗമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് ബാലിശമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു. ശബരിമല വികസനമാണ് ലക്ഷ്യമെന്നും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷത്തിലായിപ്പോയെന്നേ ഉള്ളൂവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ആർക്കും സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ടല്ലോ. അതൊരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ സംഗമം വേറൊരു വഴിക്ക് നടക്കും. അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമായി മാറും. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു കാരണവശാലും ഇല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയണമായിരുന്നു, എന്താ ഇത്രയും കാലം പറഞ്ഞില്ല? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ക്ഷണം സ്വീകരിച്ച KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പൂർണ്ണ പിന്തുണയെ അറിയിച്ചു. 24 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ഹമാസിന് അവസാന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇസ്രയേലികൾ എന്റെ നിബന്ധനകൾ അംഗീകരിച്ചു, ഹമാസും അംഗീകരിക്കേണ്ട സമയമാണ് ഇത് എന്ന് ട്രംപ് ട്രൂ സോഷ്യലിൽ കുറിച്ചു. ശ്രീ ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചെയ്യുന്നു. ശ്രീത്ത്, കടുത്ത മുന്നറിയിപ്പാണ് ഈ ട്രൂ സോഷ്യലിൽ പറയുന്നത്. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്, ദർ വിൽ നോട്ട് ബി അനദർ വൺ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ട്രംപ്. അപ്പോൾ ഹമാസിന് ഇതിന് നിൽക്കുന്നില്ല എങ്കിൽ, ഈ നിബന്ധനയ്ക്ക് വഴങ്ങുന്നില്ല എങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നു ട്രംപ്, അല്ലേ? തീർച്ചയായും ഗാസ സിറ്റി പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന് ഇസ്രായേൽ തീരുമാനിച്ച് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനവും വന്നിട്ടുള്ളത്. അങ്ങനെ വേണം ഇതിനെ കാണാൻ. കാരണം 60,000 സൈനികരെയാണ് ഇപ്പോൾ ഗാസ സിറ്റി പൂർണ്ണമായി ഒഴിപ്പിച്ച് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് മാറ്റിയെടുക്കാനായി ഇസ്രായേൽ അവിടെ വിന്യസിച്ചിരിക്കുന്നത്. അത് ഇസ്രായേലിന്റെ ആഭ്യന്തര മന്ത്രാലയവും സൈനിക കേന്ദ്രവും ഒക്കെ ഒന്നിച്ച് തീരുമാനിച്ച കാര്യമാണ്. അത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും ഒക്കെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഗാസ സിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ഗാസ സിറ്റി പൂർണ്ണമായും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കെട്ടിടങ്ങളും സ്കൂളുകളും ആശുപത്രികളും ഒക്കെ പൂർണ്ണമായി ഒഴിപ്പിച്ച അവിടെയുള്ള ആളുകളെ ഇസ്രായേലിന്റെ തന്നെ നിയന്ത്രണത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സൈന്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒഴിവാകാത്ത ആളുകൾ അല്ലെങ്കിൽ ഇനിയും ഒഴിവാകാൻ തയ്യാറാകാത്ത ആളുകളെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റണം. ആ നിർദ്ദേശമാണ് ഇപ്പോൾ ട്രംപ് ഒരു അവസാന മുന്നറിയിപ്പ് പോലെ ഇപ്പോൾ ഒരു പ്രഖ്യാപനം പോലെ നടത്തിയിരിക്കുന്നത്. ഇനിയുള്ള പൂർണ്ണമായും അവിടെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെല്ലാം ഒഴിഞ്ഞു പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇസ്രായേലികൾ എൻ്റെ നിബന്ധന അംഗീകരിച്ചു. അതായത് ഇസ്രായേലിനോട് അദ്ദേഹം പറഞ്ഞിരുന്നതായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. അത് ഇസ്രായേൽ അംഗീകരിച്ചു. അത് ഹമാസും അംഗീകരിക്കേണ്ട സമയമാണിപ്പോൾ. ഇത് ഏറ്റവും അവസാന മുന്നറിയിപ്പാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകില്ല. ഇതിൻ്റെ അനന്തരഫലങ്ങൾ ഹമാസ് അനുഭവിക്കേണ്ടി വരും എന്നുകൂടിയാണ് അദ്ദേഹം മുന്നറിയിപ്പായി പറയുന്നത്. എന്തായാലും ഗാസയിൽ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളായി ബഹുനില കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഒഴിപ്പിച്ച ശേഷമാണ് ആ കെട്ടിടങ്ങൾ തകർക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയും ഒക്കെ കണ്ടതാണ്. ഇന്നുകൂടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം
ആക്രമണം ഉണ്ടായി. അതിന് മറുപടി എന്നോണം ഇസ്രായേലിൽ പതിക്കുന്ന ബോംബിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ പൂർണ്ണമായും ഗാസ സിറ്റി ഒഴിപ്പിച്ച് അവരുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മുന്നോടിയായി അല്ലെങ്കിൽ അതൊരു പടി കൂടി കടന്നുകൊണ്ടാണ് ഇപ്പോൾ ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ഇത് അവസാന മുന്നറിയിപ്പാണെന്നുള്ളത് ഒരുപക്ഷെ ഇസ്രായേലിൽ അല്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടുന്നു. അമേരിക്ക പൂർണ്ണമായും അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റുന്നു എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. എന്തായിരിക്കും ഇതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ ഇതിന്റെ ഒരു അനന്തരഫലം എന്തായിരിക്കുമെന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലേക്കാണ് ട്രംപിന്റെ പ്രസ്താവനയെ അങ്ങനെയാണ് ഒരുപക്ഷെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടത്. ശരി, ശ്രീത് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും. മുല്ലപ്പൂ ധരിച്ച് ഓസ്ട്രേലിയയിലെത്തിയ നടി നവ്യ നായർക്ക് 1,14,000 രൂപ പിഴ ചുമത്തി ഓസ്ട്രേലിയൻ സർക്കാർ. അപകടകാരികളായ സൂക്ഷ്മജീവികൾ രാജ്യത്തിന്റെ ജൈവ വൈവിധ്യത്തെ ബാധിക്കാതിരിക്കാൻ നടപ്പാക്കിയ നിയമപ്രകാരമാണ് ഈ നടപടി. സെൽഫ് ട്രോളായി സംഭവം പുറത്തുവിട്ടതും നവ്യ നായർ തന്നെയാണ്. മലയാളത്തിന്റെ പ്രിയ നടി നവ്യ നായർക്ക് ഓസ്ട്രേലിയൻ വിമാനത്താവളത്തിൽ പിഴയൊടുക്കേണ്ടി വന്നത് പ്രവാസ ലോകത്ത് ചർച്ചാ വിഷയമായി. മുല്ലപ്പൂ കൈവശം വെച്ചതിന് മെൽബൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് താരത്തിന് പിഴ ഒടുക്കേണ്ടി വന്നത്. വിക്ടോറിയയിലെ ഒരു പ്രമുഖ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു നവ്യ നായർ. 1.25 ലക്ഷം രൂപയാണ് താരത്തിൽ നിന്ന് പിഴയായി അധികൃതർ ഈടാക്കിയത്. ലോകത്തിൽ തന്നെ കർശനമായ ജൈവ സുരക്ഷാ നിയമങ്ങൾ നിലവിലുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അതേസമയം ഇത്തരത്തിലൊരു നിയമത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് താരം പറഞ്ഞു. എന്നാൽ തന്റെ അറിവില്ലായ്മ നിയമലംഘനത്തെ സാധൂകരിക്കുന്നില്ലെന്നും താരം ഓർമ്മിപ്പിച്ചു. It was an honest mistake. So I just wanted to say it out in a normal way, and I'm trying to put it out in this way. It's nothing to hurt anybody, no pun intended. But then I know that ignorance is something, a severe thing that it's not something where I can excuse or I may get an excuse. But then, sir, I would like to request all of you who are present here from the ministry of this country, I would like to request that I'm a distinguished guest for this program, and I had no intention to bring in any problem to the biodiversity restrictions of this country. പിഴ ഈടാക്കിയതിൽ ഇളവ് തരണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ ശേഷം അധികൃതരുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ നടി. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.